നമസ്കാരം. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റ് അട്ടിമറിച്ചതായി ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് UDF. നെല്ലിക്കുഴി പഞ്ചായത്ത് 17-ാം വാർഡിലെ ഊരൻകുഴി പ്രദേശത്ത് താമസിക്കുന്ന വിധവയും ഹൃദ്രോഗിയുമായ അലീമ കവലക്കലിന്റെ ലൈഫ് ഭവന പദ്ധതിയിലെ മുൻഗണനാക്രമം അട്ടിമറിക്കപ്പെട്ടതായിട്ടാണ് പരാതി. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അലീമയും മകനും മരുമകളും 3 പിഞ്ചു കുഞ്ഞുങ്ങളും താമസിച്ചിരുന്ന പഴക്കം ചെന്ന വീട് തകർന്ന് നിലംപൊത്തിയിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് അയൽവാസികൾ പങ്കിടുന്ന വിവരം. പഞ്ചായത്തിൽ ആകെ 650ഓളം പേർ ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ലിസ്റ്റിൽ 29-ാം സ്ഥാനത്തുള്ള അലീമയെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നെന്നും മറ്റുമാണ് UDFന്റെ പ്രധാന ആരോപണം. 200ഓളം വീടുകൾ പാസാക്കിയിട്ടുള്ളതായി വിവരം ലഭിച്ചെന്നും ഇതിൽ നിന്നും അർഹതയുള്ള അലീമയുടെ കുടുംബത്തെ ഒഴിവാക്കിയെന്നും മറ്റുമുള്ള ആക്ഷേപവും UDF നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. ദുരിതത്തിലാണ് ജീവിതമെന്നും ഉടൻ വീട് അനുവദിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് അലീമയും നെല്ലിക്കുഴി പഞ്ചായത്ത് മെമ്പറും UDF പാർലമെന്ററി പാർട്ടി ലീഡറുമായ MV റജിയും മനുഷ്യാവകാശ കമ്മീഷനും ലൈഫ് മിഷനും പരാതി നൽകി. അലീമയും മകനും ഭാര്യയും 3 പിഞ്ചു കുട്ടികളും അടങ്ങിയതാണ് ഈ കുടുംബം. 6 സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായുള്ളത്. വച്ചുകെട്ടിയ കൂരയിലാണ് ഇപ്പോൾ താമസം. നാളിതുവരെ പഞ്ചായത്ത് പ്രസിഡന്റോ മറ്റ് അധികാരപ്പെട്ടവരോ ഈ കുടുംബത്തിന്റെ അവസ്ഥ നേരിൽ കാണാൻ എത്തിയിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് ആരോപിച്ചു. അടിയന്തരമായി അലീമയുടെ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി വീട് നൽകണമെന്നാവശ്യപ്പെട്ട് നെല്ലിക്കുഴി UDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുൻപിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ലീഡർ MV റജി അറിയിച്ചു. അലീമയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് നിലവിലെ വ്യവസ്ഥകളാണ് തടസ്സമെന്നും ഇതിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി ലൈഫ് മിഷനും ജില്ലാ കളക്ടർക്കും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് പറഞ്ഞു.